ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 7ഓളം കമ്പനീസിൻ്റെ വേക്കൻസിയാണ് ഇട്ടത്. അതിൽ ഓൾമോസ്റ്റ് 10-20ഓളം വേക്കൻസീസാണ് ഞാൻ ഇട്ടത്, 7ഓളം കമ്പനീസിൻ്റെ. അതിൽ പലതരത്തിലുള്ളതാണ്. അക്കൗണ്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ട്, അല്ലെങ്കിൽ മറ്റ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ട്, ഹോട്ടൽസ് ആയിട്ട്, അങ്ങനെ സ്കൂളായിട്ട്, അങ്ങനെ ഓൾമോസ്റ്റ് 7ഓളം കമ്പനീസിൻ്റെ പല ഇതിൽ വരുന്ന 7ഓളം കമ്പനീസിന്റെ പല ടൈപ്പിൽ വരുന്ന 7ഓളം കമ്പനീസിന്റെ വേക്കൻസീസ് ആണ് ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ അതുപോലെ ഓൾമോസ്റ്റ് 7ഓളം കമ്പനീസിന്റെ വേക്കൻസി ഇടുന്നുണ്ട്. സ്കൂള്, അല്ലെങ്കിൽ എന്റർപ്രൈസസ്, അല്ലെങ്കിൽ റിസർച്ച് കമ്പനീസ്, അങ്ങനത്തെ ഓൾമോസ്റ്റ് 7ഓളം കമ്പനീസിന്റെ വേക്കൻസിയാണ് ഞാൻ ഇന്ന് ഇടുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഫസ്റ്റ് അക്കാദമി അമേരിക്കൻ സ്കൂളിലേക്ക് ടീച്ചേഴ്സിന്റെ 4ഓളം ടീച്ചേഴ്സിന്റെ വേക്കൻസി വരുന്നുണ്ട്. 4ഓളം അത് വരുന്നത് ബിസിനസ് സ്റ്റുഡൻസ് ടീച്ചറായിട്ട്, പിന്നെ സയൻസ് ടീച്ചർ, ഫിസിക്സ് ടീച്ചർ, പിന്നെ കരിയർ ഗൈഡൻസ് ടീച്ചറായിട്ട്, ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4ഓളം വേക്കൻസീസ് വരുന്നുണ്ട് ടീച്ചറായിട്ട് തന്നെ. എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു ടീച്ചേഴ്സിന്റെ വേക്കൻസി ഇടാവുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നലെയും വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ. ഇന്നും ഞാൻ ടീച്ചേഴ്സിന്റെ വേക്കൻസി ഇടുന്നു. ഇപ്പം അവർക്ക് മെയിൽ അയക്കാനായിട്ട് സ്ക്രീനിൽ കൊടുത്തേക്കാം. school.principal@firstacademy.org എന്ന മെയിലിലേക്ക് അയക്കാം. പിന്നെ വേറൊരു മെയിൽ ഐ ഡി കൂടെ ഉണ്ട്, principal@firstacademy.org എന്ന മെയിലിലേക്ക്. 2 മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മെയിൽ അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. സബ്ജക്റ്റിൽ നിങ്ങൾ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, CV to the position of സയൻസ് ടീച്ചർ എന്ന എക്സാമ്പിളോട് അങ്ങനെ നിങ്ങൾക്ക് മെയിൽ അയക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അങ്ങനെ നിങ്ങൾ മെയിൽ അയക്കുക. പിന്നെ രണ്ടാമത് വരുന്നതാണ് അലൈഡ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് സെയിൽസ് അക്കൗണ്ട്സ് മാനേജർ ആയിട്ട് ഒരു വേക്കൻസി വരുന്നുണ്ട്. HR@allied.erps.com എന്ന മെയിലിലേക്ക് മെയിൽ അയക്കാം. അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ 31088803 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ബയോഡാറ്റ അയക്കാം. ദുബായിലുള്ള വാട്സ്ആപ്പ് നമ്പറാണ്. രണ്ടും ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. ബയോഡാറ്റയും കൊടുത്തേക്കാം, മെയിൽ ഐഡിയും കൊടുത്തേക്കാം. പിന്നെ വരുന്നതാണ് മൂന്നാമതാണ് ദ ഫൈൻഡേഴ്സ് ഗ്രൂപ്പിലേക്ക് സേഫ്റ്റി ഓഫീസറായിട്ട് വേക്കൻസി വരുന്നുണ്ട്. manager@thefinders.ae എന്ന മെയിലിലേക്ക് മെയിൽ അയക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ, ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, ബയോഡാറ്റ അയക്കുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക ഏത് വേക്കൻസിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞപ്പോൾ CV to the position of സേഫ്റ്റി ഓഫീസർ എന്ന് തന്നെ പറഞ്ഞിട്ട് മെയിൽ അയക്കുക. പിന്നെ നാലാമത്തെ വേക്കൻസി വരുന്നതാണ് APS നേവി ക്യാപ്പിലേക്ക് ഡാറ്റ റിസർച്ച് അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ റിസർച്ച് എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. KRS@APS-navicap.com ഈ മെയിൽ ഐ ഡി ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പം മെയിൽ അയക്കുക. മാക്സിമം സബ്ജക്റ്റിൽ നിങ്ങളുടെ ഏത് പൊസിഷനിലേക്ക് അയക്കുന്നത്, ഡാറ്റ റിസർച്ച് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. CV to the position of കൂടെ കൊടുക്കണം. പിന്നെ വരുന്നതാണ് ഷെറീഫ് ഐ സെന്ററിലേക്ക് ഒരു കൺസൾട്ടന്റ്, ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി dubaimanager@sharifeicenter.com dubaimanager@sharifeicenter.com എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. ഇന്ന് ഓൾമോസ്റ്റ് ഒരു 6ഓളം വേക്കൻസി, ഇന്നലെ അയച്ചതുപോലെ തന്നെ ഇന്നലെ ഇട്ടതുപോലെ തന്നെ ഓൾമോസ്റ്റ് 6ഓളം വേക്കൻസീസാണ് ഞാൻ ഇന്നും നിങ്ങളിലേക്ക് എത്തിക്കണേ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ബയോഡാറ്റ അയക്കുമ്പോൾ ബയോഡാറ്റയുടെ നെയിം തന്നെ നിങ്ങളുടെ ഏത് ഡെസിഗ്നേഷനൊക്കെ അയക്കണം എന്ന് അയക്കണം ബയോഡാറ്റ ഉണ്ടാവണ്ടേ. രണ്ടാമതായിട്ട് സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ഡെസിഗ്നേഷൻ അയക്കുന്നത് എന്ന് മെൻഷൻ ചെയ്തിരുന്നു. CV to the position of ഡാറ്റ റിസർച്ച് അനാലിസിസ്റ്റ് എന്ന് തന്നെ കൊടുക്കണം. പിന്നെ മൂന്നാമത്തത് മെയിലിന്റെ ബോഡി ഉണ്ടല്ലോ, അതിലെപ്പോഴും നിങ്ങളൊരു ഷോർട്ട് നോട്ട് അയച്ചു കൊടുക്കണം, എപ്പോഴും അറ്റാച്ച് ചെയ്തിരിക്കണം. myself my name is this and I am applying to the position of this. I already have this much year of experience. I am attaching the CV for your reference എന്ന് പറഞ്ഞു തന്നെ ബോഡിയിൽ ഒരു കണ്ടന്റ് കൊടുക്കുക. അതെങ്കിലും CV അറ്റാച്ച് ചെയ്ത് മെയിൽ അയക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി കാണുന്നത് വരെ ബൈ, താങ്ക്സ്.